സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു അനെക്സ്ചർ എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് എന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ സിലബസിലുള്ളത് തന്നെയാണ് സപ്ലിമെന്റ് എന്ന് പറയുന്ന പോലത്തെ അതിൻ്റെ ഒരു ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഇടയിലത്തെ ഒരു കാര്യം, അതിനെക്കുറിച്ചൊന്ന് ഡെപ്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഇടയിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോമോർഫിസം ആണ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോമോമോർഫിസവും ഐസോമോർഫിസവും ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഗ്രൂപ്പ് ഹോമോമോർഫിസം പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ഐസോമോർഫിസം പറഞ്ഞിട്ടുണ്ട്, റിംഗ് ഹോമോമോർഫിസം പറഞ്ഞിട്ടുണ്ട്, റിംഗ് ഐസോമോർഫിസവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അല്ലെങ്കിൽ ഈ വീഡിയോയിലെയും അടുത്ത വീഡിയോയിലെയും ടോപ്പിക് എന്നും കൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹോമോമോർഫിസവും അനുബന്ധമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും മാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇടയിലത്തെ ചില കാര്യങ്ങൾ ഒരു അനെക്സ്ചർ പോലെ, ഒരു സപ്ലിമെന്റ് പോലെ നിങ്ങളിത് പഠിച്ചാൽ മതി. സിലബസിലുള്ളത് തന്നെയാണ്, നമ്മുടെ ആൾജിബ്രയുടെ പേപ്പറിൽ പഠിക്കുന്നത് തന്നെയാണ്. ഒരു സപ്ലിമെന്റ് പോലെ നിങ്ങളിത് പഠിക്കുക. ഗ്രൂപ്പ് റിങ്ങുമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലത്തെ ഒരു കാര്യമാണ് ഈ ഹോമോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഹോമോമോർഫിസം എന്താണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഗ്രൂപ്പ് ഹോമോമോർഫിസം നിങ്ങൾക്കറിയാം എന്താണ് ഹോമോമോർഫിസത്തിന്റെ ഡെഫിനിഷൻ എന്നുള്ളത്. രണ്ട് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. 5G from G to G dash is a homomorphism if phi of AB equal to phi of A into phi of B. ഇവിടെ ഓർക്കുക, phi of AB എന്ന് പറയുന്നത് ഇവിടെ A into B എന്ന് പറയുന്നത് ജിയിലത്തെ ഓപ്പറേഷനും ഇവിടുത്തെ phi of A into phi of B എന്ന് പറയുന്നത് G ഡാഷിലെ ഓപ്പറേഷനുമാണ്. അപ്പോൾ phi from G to G dash is a group homomorphism. Ring homomorphism വരെ ഉണ്ട്. അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. If G and G dash are two groups, phi from G to G dash is a group homomorphism if phi of AB equal to phi of A into phi of B. ഓർക്കുക, ഈ ഓപ്പറേഷൻസിന്റെ കാര്യം ഓർക്കുക. നമ്മൾ പ്രോബ്ലംസ് മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അതിന് കൂടുതൽ പറയുന്ന ഒരു കാര്യം, if A is a subset അല്ലെങ്കിൽ if A is a subset of G, സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A is a subset of G, സബ്സെറ്റ് ആണ്. സബ് ഗ്രൂപ്പിലേക്ക് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. A is a subset of G, then we have phi of A equal to, set of our phi of A such that A element of A, അതായത് phi of A എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂഷ്വൽ ലോജിക് ഉപയോഗിച്ചിട്ട് phi of A എന്ന് പറഞ്ഞാൽ it is that collection of elements which are images of elements of A. Phi of A equal to collection of phi of A such that A element of A. A എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളുടെ എല്ലാത്തിന്റെയും ഇമേജുകളുടെ കളക്ഷൻ അണ്ടർ phi, അതിനെയാണ് നമ്മൾ phi of A എന്ന് പറയുന്നത്. ഓബ്വിയസ് ആണ്, f of A എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ f of x, ക്യാപിറ്റൽ X എന്ന് പറയുന്ന പോലെ. Now B subset of G dash, സബ് ഗ്രൂപ്പ് അല്ല, B is again a subset of G dash. Then B എന്ന് പറയുന്നത് G ഡാഷിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ phi inverse of B എന്ന് പറഞ്ഞാൽ phi inverse of B നോക്കുക, ഇവിടെ ആദ്യത്തേല് A G യുടെ സബ്സെറ്റ് ആയിരുന്നു, രണ്ടാമത്തേല് B എന്ന് പറയുന്നത് G ഡാഷിന്റെ സബ്സെറ്റ് ആണ്. phi from G to G ഡാഷിലെ G ഡാഷിന്റെ സബ്സെറ്റ് ആണ് നമ്മുടെ B എന്ന് പറയുന്നത്. അപ്പോൾ phi G യിൽ നിന്ന് G ഡാഷിലേക്കാണ്. അപ്പോൾ phi inverse B എന്ന് പറഞ്ഞാൽ phi inverse B will be from G dash to G. phi inverse B, phi inverse എന്ന് പറയുന്നത് it will be from G dash to G. അത് മാപ്പിംഗ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. phi inverse എന്ന് ഉദ്ദേശിക്കുന്നത് G ഡാഷിൽ നിന്ന് G ഡാഷിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ B subset of G dash, then phi inverse B equal to, അതിന്റെ ഡെഫിനിഷൻ ആണ്, phi inverse B equal to collection of all A element of G such that phi of A element of B. അതായത് B എന്ന് പറയുന്നത് G ഡാഷിന്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ അതിലുള്ള എലമെന്റുകളുടെ പ്രീ ഇമേജുകളുടെ കളക്ഷൻ ആണ്, എലമെന്റുകളുടെ പ്രീ ഇമേജുകളുടെ കളക്ഷൻ അണ്ടർ phi, അതിനെയാണ് നമ്മൾ phi inverse B എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് ഈ G ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓർക്കുക, phi from G to G dash ആണ്. അപ്പോൾ B subset of G dash, അപ്പോൾ B യിലുള്ള എലമെന്റുകളുടെ എല്ലാം പ്രീ ഇമേജുകളുടെ കളക്ഷനെയാണ്. എല്ലാ എലമെന്റുകൾക്കും പ്രീ ഇമേജ് അതൊന്നും നമ്മളിവിടെ കെയർ ചെയ്യുന്നില്ല. B എന്ന് പറയുന്ന സെറ്റ് G ഡാഷിന്റെ സബ്സെറ്റ് ആണ്. B എന്ന് പറയുന്ന സബ്സെറ്റിലുള്ള എലമെന്റുകളിലേക്ക് പ്രീ ഇമേജുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അത് G എന്താ പറയുക, ഈ phi inverse B എന്ന് പറയുന്നത് G യിലത്തെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഈ phi inverse B equal to collection of all A element of G, അല്ലേ, G യുടെ സബ്സെറ്റ് ആണ് ഈ phi inverse B, A element of G such that phi of A element of B, അതായത് B യിലുള്ള എലമെന്റുകളിലേക്ക് പ്രീ ഇമേജുകളുടെ കളക്ഷൻ. ഈ രണ്ട് ഡെഫിനിഷൻസ് ഓർക്കുക. Now ഈ ഒരു ക്ലാസ്സിൽ ഈ ഒറ്റ തിയറം, ഒരു തിയറം 4 ഭാഗമായിട്ടുള്ള 4 സബ്
കണ്ടീഷൻസ് ആയിട്ടുള്ള ഒരു തിയറം മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഹോമോമോർഫിസത്തിന്റെ ഒരു തിയറം തന്നെയാണ്. അപ്പൊ ഇതാണ് ആ തിയറം പറയുന്നത്. ലെറ്റ് phi from G to G dash be a homomorphism. ജിയിൽ നിന്ന് ജി ഡാഷിലേക്ക് ഒരു ഹോമോമോർഫിസം ആണ് എന്ത് നമ്മുടെ phi എന്ന് പറയുന്നത്. ഹോമോമോർഫിസം ഇതാണ് കണ്ടീഷൻ. phi of A B equal to phi of A into phi of B. അപ്പോൾ phi is a homomorphism from G to G dash. Then 4 കണ്ടീഷൻസ് ഉണ്ട്. If E is the identity of phi in E is the identity in G, if E is the identity in G, then phi of E will be the identity of G dash. അപ്പോൾ E എന്ന് പറയുന്നത് ജിയിലത്തെ ഐഡന്റിറ്റി ആണെങ്കിൽ അതിന്റെ ഇമേജ് അണ്ടർ phi of E will be the identity of G dash. ഓർക്കുക phi is a homomorphism. അങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. If phi is a homomorphism, then if E is the identity in G, then phi of E, image of E under phi of E is the identity element of G dash. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ, for A element of G, phi of A inverse is phi of A whole inverse. 2-3 പ്രാവശ്യം ആലോചിക്കേണ്ടതും അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. phi of A inverse, A എന്ന് പറയുന്നത് ജിയിലത്തെ ഒരു മെമ്പർ ആണ്. A inverse എന്ന് പറഞ്ഞാൽ A യുടെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇമേജ് ഓഫ് ഇൻവേഴ്സ് phi of A inverse, A എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് A inverse ആണെങ്കിൽ ആ A inverseന്റെ ഇമേജ് അണ്ടർ phi എന്ന് പറഞ്ഞാൽ phi of A whole inverse ആണ്. phi of A എന്ന് പറയുന്നത് G ഡാഷിലെ എലമെന്റ് ആണ്. phi of A യുടെ ഇൻവേഴ്സ് ആണ്. phi of A inverse, A inverseന്റെ ഇമേജ് എന്താണ്? phi of A എന്ന് പറയുന്നത് G ഡാഷിലെ എലമെന്റ് എന്താണോ അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. phi of A inverse, image of A inverse is phi of A whole inverse, phi of A whole inverse. ഓർക്കുക, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ആവും. അപ്പോൾ phi of A inverse equal to phi of A whole inverse. മൂന്നാമത്തെ കണ്ടീഷൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. if H is a subgroup of G, then phi of H is a subgroup of G dash. H എന്ന് പറയുന്നത് G യുടെ ഒരു സബ്ഗ്രൂപ്പ് ആണെങ്കിൽ phi of H, image of all collection, ഈ phi of A പറയുന്ന പോലെ phi of H will be a subgroup of G dash. കൂടാതെ if K dash is a subgroup of G dash, then phi inverse K dash is a subgroup of G. ഇവിടുത്തെ B യുടെ പോലെയാണ്. K dash G dashന്റെ ഒരു സബ്ഗ്രൂപ്പ് ആണെങ്കിൽ phi inverse of K dash G യുടെ സബ്ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് നാലാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷനും നാലാമത്തെ കണ്ടീഷനും കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ പോലെയുള്ള ഒരു കണ്ടീഷനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോരുത്. H എന്ന് പറയുന്നത് സബ്ഗ്രൂപ്പ് ആണെങ്കിൽ phi of H will be a subgroup of G dash. H എന്ന് പറയുന്നത് G യുടെ സബ്ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഇമേജ് ആയിട്ടുള്ള phi of H, phi homomorphism ആയിരിക്കണം. phi of H will be a subgroup of G dash. ഇനി K dash എന്ന് പറയുന്നത് G dashന്റെ, K dash എന്ന് പറയുന്ന ഈ സെറ്റിന്റെ G dashന്റെ ഒരു സബ്ഗ്രൂപ്പ് ആണെങ്കിൽ if K dash is a subgroup of G dash, then അതിന്റെ ഇൻവേഴ്സ് ഇമേജ്, അതിന്റെ പ്രീ ഇമേജുകളുടെ കളക്ഷൻ phi inverse of K dash is a subgroup of G. ഇപ്പൊ K dash ഇതിന്റെ ഒരു സബ്ഗ്രൂപ്പ് ആണെങ്കിൽ ആ സബ്ഗ്രൂപ്പിന്റെ പ്രീ ഇമേജ് അതായത് phi inverse is also phi inverse of K dash. അത് ഇവിടെയായിരിക്കും കിടക്കുന്നത്, ജിയിലായിരിക്കും കിടക്കുന്നത്. phi inverse of K dash is also a subgroup of G. ഈ 4 കാര്യങ്ങൾ മാത്രമേ ഈ തിയറത്തിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, this is an appendix or it can be considered as a supplementary topic, but it is included in the syllabus. ചോദിക്കാറുണ്ട് എക്സാമിന്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഒക്കെ തന്നെയാണ്. Okay, now we will prove this statement one by one. These statements 4 conditions ആണ്. അതിൽ ഓരോന്നും വേറെ വേറെ എളുപ്പമുള്ളത് തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യത്തെ എടുക്കാം. ആദ്യം പ്രൂവ് ചെയ്യുന്നത് എന്താണ്? E എന്ന് പറയുന്നത് G യുടെ ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ phi of E, ആ phi of E എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ദ ഐഡന്റിറ്റി എലമെന്റ്, എവിടുത്തെ phi of E എന്ന് പറയുന്നത് G ഡാഷിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ let E be the identity of G. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi of E identity of G dash എന്നാണ്. To prove that phi of E is the identity element of G dash. അപ്പോൾ അത് ഓർക്കുക, E എന്ന് പറയുന്നത് G യുടെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. phi of E G dash ന്റെ ഐഡന്റിറ്റി ആണെന്നാണ് കാണിക്കേണ്ടത്. Now I am choosing E dash. E dash എന്ന് പറഞ്ഞാൽ suppose E dash is the identity element of G dash. അത് phi of E ആണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. E dash എന്ന് പറയുന്നത് G dash എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓർക്കുക, phi of E is the identity element എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് we are going to prove that phi of E equal to E dash. ഓക്കെ, അപ്പോൾ G ഡാഷിന്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ്, G ഡാഷ് ഒരു ഐഡന്റിറ്റി എലമെന്റേ ഉള്ളൂ, അത് ഞാൻ E dash ആയിട്ട് എടുക്കുകയാണ്. Now
പ്രൂഫിലേക്ക് വരാം. വളരെ എളുപ്പമുള്ള പ്രൂഫാണ്. എ എലമെന്റ് ഓഫ് ജി, എ എലമെന്റ് ഓഫ് ജി ആണെങ്കിൽ ഫൈ ഓഫ് എ എലമെന്റ് ഓഫ് ജി ഡാഷ് ആയിരിക്കും. കാരണം ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ആണ്. അപ്പൊ എ എലമെന്റ് ഓഫ് ജി, ഫൈ ഓഫ് എ എലമെന്റ് ഓഫ് ജി ഡാഷ്. ഓർക്കുക, ഇ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. അതുകൊണ്ട് ഫൈ ഓഫ് എ ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇ ഡാഷ്. ഈ ഫൈ ഓഫ് എ ഇവിടുത്തെ എലമെന്റ് ജി ഡാഷിലെ എലമെന്റ് ആണ്. ഇ ഡാഷ് ഇവിടുത്തെ ജി ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പൊ ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ് ഈസ് ഫൈ ഓഫ് എ. ഫൈ ഓഫ് എ എന്നുള്ളതിനെ ഞാൻ ഫൈ ഓഫ് എ ഇ എന്ന് എഴുതി. ഫൈ ഓഫ് എ ഇൻറ്റു ഇ, എ ഇ, ഇ എ ഒക്കെ എ സ്റ്റാർ ഇ ഈസ് എ ഇറ്റ്സെൽഫ്. അപ്പോൾ ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഈക്വൽ ടു, ഇവിടെ ഞാൻ അസോസിയേറ്റ് ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്. ഫൈ ഓഫ് എ ഇ ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ. നോക്കൂ, ഫൈ ഓഫ് എ ഇ ഈക്വൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫൈ ഓഫ് എ ഇൻറ്റു ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ഇ എന്ന് കിട്ടും. ഇവിടെ ഞാൻ ഹോമോമോർഫിസം ആണ് അപ്ലൈ ചെയ്തത്. ഹോമോമോർഫിസം, ഫൈ ഈസ് എ ഹോമോമോർഫിസം എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വി ഹാവ് ഒബ്റ്റെയിൻഡ് phi of a into e dash equal to phi of a into phi of e. Phi of a into e dash equal to phi of a into phi of e. ഓർക്കുക, ഈ phi of a യും e ഡാഷും ഈ phi of e യും ഒക്കെ ഇവിടുത്തെ എലമെന്റുകളാണ്. g ഡാഷ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. സോ cancellation law is true in the case of groups. അപ്പോൾ ഞാൻ phi of a യും phi of a യും cancel ചെയ്ത് കളയാണ്. Phi of a and phi of a get cancelled. Then you get e dash equal to phi of e. E dash equal to phi of e. അപ്പോൾ e dash എന്ന് പറഞ്ഞാൽ എന്താണ്? E dash is the identity element of g dash. E dash is the identity element of g dash. പക്ഷേ e dash എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടിയത്? phi of e ആണ്. അപ്പോൾ that means if e is the identity element of g, then phi of e will be the identity element of g dash. പ്രൂഫ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് വീണ്ടും കണ്ടു നോക്കുക. വെരിഫൈഡ്. ഇനി അടുത്ത് പറയുന്നത് സെക്കൻഡ് വൺ, phi of a inverse. എയുടെ ഇൻവേഴ്സിന്റെ ഇമേജ് phi of a inverse equal to phi of a whole inverse. എയുടെ ഇമേജിന്റെ whole inverse ആയിരിക്കും. phi of a inverse equal to phi of a whole inverse. പ്രൂഫിലേക്ക് വരാം. To prove that phi of a inverse equal to phi of a whole inverse. Now I am starting from e dash. E dash equal to phi of e. തൊട്ട് മുന്നത്തേൽ പ്രൂവ് ചെയ്തു. E dash equal to phi of e. പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. E dash equal to phi of e. ഈ ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ എ ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ എ ഇൻവേഴ്സ്. ഇവിടെ ഞാൻ ഹോമോമോർഫിസം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. ഇക്ക് പകരം എ എ ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ എ ഇൻവേഴ്സ് implies ഇ ഡാഷ് ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ്. ഹോമോമോർഫിസം. അല്ലെങ്കിൽ ഇതിനെ വേറെ തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ, ഇതിനെ തിരിച്ചിപ്പുറത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതേ ഉള്ളൂ. ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ഇ ഡാഷ്. അല്ലെങ്കിൽ ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ഡാഷ്. അപ്പോൾ ഫൈ ഓഫ് എ എന്ന് പറയുന്ന എലമെന്റിനെ ഫൈ ഓഫ് എ എന്ന് പറയുന്ന എലമെന്റിനെ ഫൈ ഓഫ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജി ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നു. ഫൈ ഓഫ് എ എന്ന് പറയുന്ന എലമെന്റിനെ ഫൈ ഓഫ് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ ഡാഷ് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് രണ്ട് എലിമെന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലിമെന്റ് കിട്ടുക? when one is the inverse. അപ്പോൾ 2 into 1/2 equal to 1. അപ്പോൾ ഇവിടുത്തെ പോലെ 2 into 1/2 equal to 1. ഒരു അനലോഗിയാണ് 2 into 1/2 equal to 1 നമ്മുടെ റിയൽ നമ്പറിന്റെ കേസിൽ. that means 2 inverse equal to 1/2 എന്ന് നമ്മൾ പറയും. ഇത് ജസ്റ്റ് ഒരു അനലോഗി ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ phi of a into phi of a inverse equal to e dash. 2 into 1/2 equal to 1, അതായത് 2 inverse equal to 1/2. അല്ലെങ്കിൽ 2 inverse equal to 1/2. ഈ കോൺസെപ്റ്റ് ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ phi of a inverse phi of അതായത് അല്ലെങ്കിൽ 1 or 1/2 equal to 2 inverse. 1/2 is the inverse of 2. നോക്കൂ, 2 into 1/2 equal to 1 ആണ്. അപ്പോൾ 2 inverse is 1/2. 1/2 is the inverse of 2. 1/2 equal to 2 inverse. Now അതേപോലെ തന്നെയാണ് phi of a into phi of a inverse equal to e dash. Phi of a into phi of a inverse equal to e dash. അതായത് ഇവിടെ 1/2 ന്റെ സ്ഥാനത്ത് phi of a inverse ആണ്. അപ്പോൾ 1/2 is the inverse of 2. 1/2 is the inverse. 1/2 is the inverse of 2. അപ്പോൾ ഇവിടെ phi of a inverse is the inverse of phi of a. സംശയം വേണ്ട. 2 into 1/2 equal to 1. That means 1/2 is the inverse of 2. 1/2 is 2 inverse.
അപ്പോൾ phi of a into phi of a inverse equal to e dash. അപ്പോൾ phi of a inverse is the inverse of phi of a whole inverse. ഇവിടെ phi of a ക്ക് പകരം 2, phi a inverse ന് പകരം 1/2. ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ചിന്തിച്ചിട്ട് വീഡിയോ കാണുകയും ചിന്തിക്കുകയും ഒന്ന് ചെയ്യാം. എന്നിട്ട് ഈ എക്സാമ്പിൾ വെച്ച് നോക്കുക. 2 into 1/2 equal to 1, അതായത് 1/2 is the inverse of 2. അതേപോലെ തന്നെയാണ് phi of a into phi of a inverse equal to e dash. That means phi of a inverse is the inverse of phi of a whole inverse. ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്തു. phi of a inverse equal to phi of a whole inverse. 1, 2, 3 വട്ടമൊക്കെ കാണേണ്ടി വരും. ചിലപ്പോൾ എഴുതി നോക്കിയിട്ട് ബുക്സ് റെഫർ ചെയ്യേണ്ടി വരും. ഈ ഒരു പോർഷൻ, ഈ ഒരു ടോപ്പിക്, ഈ ഒരു റിസൾട്ട് വീണ്ടും ശ്രദ്ധിച്ച് കാണുക. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി അനലോഗി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ പ്രൂഫിൽ വരുന്നതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ഇഫ് h is a subgroup of g, then phi of h is a subgroup of g dash. h എന്ന് പറയുന്നത് g യുടെ ഒരു സബ്ഗ്രൂപ്പ് ആണെങ്കിൽ phi of h എന്ന് പറയുന്നത് എന്തിന്റെ സബ്ഗ്രൂപ്പ് ആയിരിക്കും? g ഡാഷിന്റെ സബ്ഗ്രൂപ്പ് ആയിരിക്കും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റിസൾട്ട്. അപ്പോൾ ഓർക്കുക, given h is a subgroup of g, to prove that phi of h is a subgroup of g dash. Now phi of h എന്താണ്? Phi of h equal to collection of all phi of a such that a element of h. ഹിലത്തെ എലമെന്റുകളെല്ലാം ഇമേജുകളുടെ കളക്ഷൻ ആണ് ഈ phi of h എന്ന് പറയുന്നത്. under phi. അപ്പോൾ phi of h equal to collection of all phi of a such that a element of h. Phi of h equal to collection of phi of a such that a element of h. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? We have to prove that this set is a subgroup. This set is a subgroup of g dash. നമുക്ക് clearly phi of h is a subset of g dash. Phi of h എന്ന് പറഞ്ഞാൽ g dash ന്റെ സബ്സെറ്റ് ആയിരിക്കും. കാരണം എല്ലാ ഈ phi of h ന്റെ എലമെന്റുകളൊക്കെ g dash ന്റെ എലമെന്റുകളാണ്. phi എടുത്തു കഴിഞ്ഞാൽ phi from g to g dash ആയതുകൊണ്ട് phi of h ന്റെ എലമെന്റുകളൊക്കെ g dash ന്റെ എലമെന്റുകൾ തന്നെയാണ്. അപ്പോൾ phi of h is a subset of g dash. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi of h എന്ന് പറയുന്ന ഈ സെറ്റ് g dash ന്റെ സബ്ഗ്രൂപ്പ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സബ്ഗ്രൂപ്പ് ആവാനുള്ള 3 കണ്ടീഷൻസ് മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടാകണം, g dash ഐഡന്റിറ്റി അതേ സെറ്റിൽ ഉണ്ടാകണം, ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ ഇൻവേഴ്സ് h ൽ തന്നെ ഉണ്ടാവും. h ൽ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് h ൽ തന്നെ ഉണ്ടാവും. അപ്പോൾ we have to prove that phi of h is a subgroup. അപ്പോൾ phi of h ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. g dash ഐഡന്റിറ്റി എലമെന്റ് phi of h ഉണ്ട് എന്ന് കാണിക്കണം. പിന്നെ phi of h ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് അതേ phi of h ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോന്നായിട്ട് പ്രൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. ചൂസ് a dash element of phi of h and b dash element of phi of h. phi of h ലെ രണ്ട് എലമെന്റുകൾ എടുക്കുകയാണ്, a ഡാഷും b ഡാഷും. അപ്പോൾ a dash phi of h ലുണ്ട്, b ഡാഷും phi of h ലുണ്ട് എന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? There exists a b element of h such that phi of a equal to a dash and phi of b equal to b dash. a ഡാഷും b ഡാഷും phi of h ലുള്ള എലമെന്റുകളാണ്. അതായത് they are images of some elements of h. That is, there exists a comma b element of h such that phi of a equal to a dash, phi of b equal to b dash. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. Now നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a dash b dash is a member of phi of h എന്നാണ്. വളരെ എളുപ്പമാണ്. a dash into b dash, a dash b dash equal to a dash എന്ന് പറഞ്ഞാൽ phi of a ആണ്, b dash എന്ന് പറഞ്ഞാൽ phi of b ആണ്. അപ്പോൾ a dash b dash equal to phi of a into phi of b, which is phi of ab. ഇവിടെ നമ്മൾ ഹോമോമോർഫിസം ആണ് അപ്ലൈ ചെയ്തത്. phi is homomorphism. phi is homomorphism. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. phi is a homomorphism. Phi of a dash b dash equal to phi of a into phi of b. That is ഈ homomorphism ആയതുകൊണ്ട് this is the same as phi of ab. നോക്കൂ, a dash b dash equal to phi of ab. a dash b dash is the image of the element ab under phi. a dash b dash is the image of element ab under phi. ഈ ab എവിടുത്തെ എലമെന്റ് ആണ്? a യും h ലത്തെ എലമെന്റ് ആണ്, b യും h ലത്തെ എലമെന്റ് ആണ്, h സബ്ഗ്രൂപ്പ് ആണ്. അപ്പോൾ ab is a member of h. ഓർക്കുക, a dash b dash, a dash into b dash is the image of the element ab. But as h is a subgroup and a and b are members of h, the element ab is a member of h. അപ്പോൾ a dash b dash എന്തായി? a dash b dash എന്ന് പറയുന്നത് h ലത്തെ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ്. അതായത് a dash b dash element of phi of h. a dash b dash എന്ന് പറഞ്ഞാൽ h ലത്തെ ഒരു എലമെന്റിന്റെ ഇമേജ് ആണ് under phi. അപ്പോൾ ab element of h ആയതുകൊണ്ടാണ് അത്. അപ്പോൾ a dash b dash is a member of phi of h. അപ്പോൾ a dash element of phi of h, b dash element of phi of h implies a dash b dash element of phi of h. അതായത് phi of h is closed.
Now, അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് G ഡാഷിലെ ഐഡന്റിറ്റി എലമെന്റ് phi of h ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമാണ്. നമ്മൾ ഫസ്റ്റ് ഇതിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് E ഡാഷ് ഈക്വൽ phi of E. E ഡാഷ് ഈക്വൽ phi of E. പക്ഷെ E എന്ന് പറയുന്നത് Hലത്തെ മെമ്പർ ആണ്. E ഡാഷ് ഈക്വൽ phi of E നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. E എന്ന് പറയുന്നത് Hലത്തെ എലമെന്റ് ആണ്. ദാറ്റ് മീൻസ് E ഡാഷ് എന്ന് പറയുന്ന എവിടുത്തെ എലമെന്റ് ആയിരിക്കും? phi of Hലെ എലമെന്റ് ആയിരിക്കും. കാരണം അത് E എന്ന് പറയുന്ന Hലത്തെ എലമെന്റിന്റെ ഇമേജ് ആണ്. E എന്ന് പറയുന്ന Hലത്തെ എലമെന്റിന്റെ ഇമേജ് ആണ് E ഡാഷ് അണ്ടർ phi. അപ്പോൾ E ഡാഷ് phi of E ആയതുകൊണ്ട് E ഡാഷ് എലമെന്റ് ഓഫ് phi of H. അപ്പോൾ if E dash is the identity element of G dash, we have proved that E dash equal to phi of E. This means E dash element of, as E element of H subgroup ആയതുകൊണ്ട് E element of H above E dash element of phi of H. അപ്പോൾ identity element ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തു. And now we are going to prove that every element of phi of H has an inverse. Every element of phi of H has an inverse. അപ്പോൾ A dash element of phi of H. Phi of H ന്റെ phi of H ന്റെ ഏതൊരു എലമെന്റ് ആണ് A dash. But അപ്പോൾ A dash equal to phi of A for some A element of H. A dash equal to phi of H ആണെങ്കിൽ A dash equal to phi of A, it will be image of some element of H for some A element of H. Now നമുക്ക് നോക്കാം A dash whole inverse. A dash whole inverse എന്ന് പറഞ്ഞാൽ A dash ന് പകരം A dash is phi of A, അപ്പോൾ phi of A whole inverse. അപ്പോൾ A dash inverse equal to phi of A whole inverse. A dash inverse equal to phi of A whole inverse, which is equal to, നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു here, phi of A whole inverse. അപ്പോൾ A dash inverse equal to phi of A inverse. This is the same. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, സെക്കൻഡിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ A dash whole, if A dash element of phi of H, A dash whole inverse equal to phi of A inverse. A dash whole inverse equal to phi of A inverse. But A element of H implies A inverse element of H. A inverse element of H ആണെങ്കിൽ A dash whole inverse എവിടുത്തെ എലമെന്റ് ആയിരിക്കും? phi of H ന്റെ മെമ്പർ ആയിരിക്കും. കാരണം it is an image of an element of H. അപ്പോൾ A dash inverse എന്ന് പറയുന്നത് phi of A inverse ആയതുകൊണ്ട് A inverse H ന്റെ മെമ്പർ ആയതുകൊണ്ടും A dash inverse എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് തന്നെയാണ്? phi of H ന്റെ എലമെന്റ് തന്നെയാണ്. അപ്പോൾ if A dash element of phi of H, we have proved that A dash inverse is also a member of phi of H. അപ്പോൾ A dash phi of H ഉണ്ടെങ്കിൽ A dash inverse ഉം phi of H ഉണ്ട്. അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് ഓക്കെയാണ്. ക്ലോസ്ഡ് ആണ്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, എല്ലാ എലമെന്റുകൾക്കും ഇൻവേഴ്സും phi of H തന്നെ ഉണ്ട്. സോ phi of H is a subgroup of G dash. Phi of H is a subgroup of G dash. അപ്പോൾ മൂന്നാമത്തെ തിയറത്തിന്റെ മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞു. നാലാമത്തെ ഭാഗം നോക്കാം. നാലാമത്തെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? given K dash is a subgroup of G dash. അപ്പോൾ ഇവിടെ നിന്നാണ് G dash. അപ്പോൾ K dash എന്ന് പറയുന്നത് G dashന്റെ ഒരു സബ്ഗ്രൂപ്പ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi inverse of K dash is a subgroup of G. അതായത് K dashന്റെ മെമ്പറുകളുടെ എലമെന്റുകളുടെ പ്രീ ഇമേജുകൾ G യുടെ സബ്ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് phi inverse of K dash is a subgroup of G എന്ന് കാണിക്കണം. തന്നിട്ടുള്ളത് K dash is a subgroup of G. നോക്കാം നമുക്ക്. അഗൈൻ സബ്ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാനായിട്ട് ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോസ്ഡ് ആയിരിക്കണം, ഐഡന്റിറ്റി എലമെന്റ് ഓഫ് G ഉണ്ടാകണം phi inverse of K dash. അതേപോലെ phi inverse of K dash ഒരു എലമെന്റ് എടുത്താൽ അത് ആ എലമെന്റിന്റെ ഇൻവേഴ്സും phi inverse of K dash തന്നെ ഉണ്ടാകണം. ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ലെറ്റ് A, B element of phi inverse of K dash. Phi inverse of K dash A, B എന്ന് പറയുന്ന രണ്ട് എലമെന്റ് എടുത്തു. എന്ത് പ്രൂവ് ചെയ്യണം? A into B, AB, the closure, A in the product A into B is also a member of phi inverse of K dash എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ A, B element of phi inverse of K dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ phi of A element of K dash, phi of B is also a member of K dash. നോക്കൂ, A element of phi inverse of K dash. അപ്പോൾ phi of A element of K dash, B element of phi inverse of K dash implies phi of B element of K dash. അപ്പോൾ A, B element of phi inverse of K dash ആയതുകൊണ്ട് phi of A and phi of B are members of K dash. Now phi of A യും phi of B യും K dash ലെ മെമ്പറുകളാണ്. അപ്പോൾ phi of A into phi of B is a member of K dash. കാരണം K dash is a subgroup. അപ്പോൾ phi of A and phi of B are members of K dash. അപ്പോൾ phi of A into phi of B, the product phi of A into phi of B is a member of K dash. But phi of A into phi of B എന്താണ്? phi of AB ആണ്.
phi of AB. Homomorphism ആണ്. Phi of A into phi of B is the same as phi of AB. അപ്പോൾ phi of A into phi of B element of K dash means phi of AB element of K dash means AB element of phi inverse of K dash. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കണം എന്ന് മാത്രം. AB element of phi inverse of K dash, then phi of A and phi of B element of K dash. Since K dash is a subgroup, phi of A into phi of B is a member of K dash. Phi of A into phi of B is the same as phi of AB. So phi of AB element of K dash, that means AB element of phi inverse of K dash. AB element of phi inverse of K dash. അപ്പോൾ A, B element of A യും B യും phi inverse of K dash element ആണെങ്കിൽ the product AB, A യും B യും individually phi inverse of K dash element ആണ്. അപ്പോൾ the product AB എന്ന് പറയുന്നത് phi inverse of K dash element ആയി. So phi inverse of K dash is closed under the operation as that of G. ഇനി നോക്കാം അടുത്ത പ്രൂവ് ചെയ്യേണ്ടത് phi inverse of K dash G യുടെ ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. phi inverse എന്ന് പറയുമ്പോൾ G യുടെ സബ്സെറ്റ് ആണ്. അതാണ് ഇവിടെ ഈ this is a subset of G. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് phi inverse of K dash G യുടെ ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. If E is identity of G, നമുക്കറിയാം phi of E is identity of G dash. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. E എന്ന് പറയുന്നത് G യുടെ ഐഡന്റിറ്റി ആണെങ്കിൽ phi of E എന്ന് പറയുന്നത് G ഡാഷിലെ ഐഡന്റിറ്റി ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? Phi of K dash, phi of E is identity of G dash. K dash is a subgroup of G ആയതുകൊണ്ട് phi of E element of K dash. അപ്പോൾ E എന്ന് പറയുന്നത് G യുടെ ഐഡന്റിറ്റി ആണ്. Phi of E എന്ന് പറയുന്നത് G ഡാഷിലെ ഐഡന്റിറ്റി ആയിരിക്കും. Phi of E എന്ന് പറയുന്നത് K ഡാഷിലെ മെമ്പർ ആയിരിക്കും, കാരണം K dash is a subgroup of G dash. Phi of E is the identity of G dash as K dash subgroup of G dash, phi of E element of K dash. This means E element of phi inverse of K dash. But E element of G, phi of E element of G dash, phi, this means phi of E element of K dash. This means E element of phi inverse of K dash. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. E element of phi inverse of K dash. അതായത് E is the identity of G, then E element of phi inverse of K dash. അപ്പോൾ phi inverse of K dash G യിലത്തെ ഐഡന്റിറ്റി എലിമെന്റ് ഉണ്ട്. Now അടുത്ത പ്രൂവ് ചെയ്യുന്നത് phi inverse of K dash ഏത് എലിമെന്റ് എടുത്താലും അതിന്റെ ഇൻവേഴ്സ് അതേ phi inverse of K dash ഉണ്ട് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്നത്. Choose A element of phi inverse of K dash. അതായത് phi of A is a member of K dash. A element of phi inverse of K dash എന്ന് പറഞ്ഞാൽ phi of A element of K dash ആയിരിക്കും. Phi of A element of K dash ആയിരിക്കും. Now phi of A element of K dash ആണെങ്കിൽ phi of A whole inverse is a member of K dash. K dash subgroup ആണ്. അപ്പോൾ phi of A element of K dash, that means phi of A whole inverse element of K dash, but phi of A whole inverse is phi of A inverse. Phi of A inverse equal to phi of A inverse. That means phi of A inverse element of K dash. Now phi of A inverse element of K dash. This means phi of ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ phi of A inverse element of K dash. Phi of A whole inverse element of K dash. അപ്പോൾ phi of A inverse element of K dash ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓർക്കുക. A element of phi inverse of K dash ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. We have obtained phi of A inverse element of K dash. Phi of A inverse element of K dash. അതായത് A inverse element of phi inverse of K dash. A inverse element of phi inverse of K dash. അപ്പോൾ A element of phi inverse of K dash. അവിടെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എവിടെ എത്തി? A inverse element of phi inverse of K dash. അപ്പോൾ A phi inverse of K dash ഉണ്ടെങ്കിൽ A inverse phi inverse of K dash ഉണ്ട്. അപ്പോൾ ഏതൊരു A എടുത്തു കഴിഞ്ഞാലും phi inverse of K dash ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് phi inverse of K dash തന്നെയുണ്ട്. A element of phi inverse of K dash implies A inverse element of phi inverse of K dash. Therefore phi inverse of K dash will be a subgroup of G. 4 തിയറംസും 4 സബ് റിസൾട്ടുകളും ഇവിടെ തീരാണ്. അധികം നീട്ടി പറഞ്ഞിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം ഒന്നിരുന്ന് ഈ പ്രൂഫ് ഒന്ന് ഇരുന്നിരുന്ന് വായിച്ചു നോക്കുക. വീഡിയോയിൽ കണ്ടിട്ട് വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷൻസ് ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു 10 പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾക്കത് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. റീഡ് ഇറ്റ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ, ദെൻ യു ഹിയർ ദ വീഡിയോ ഓർ സീ ദ വീഡിയോ. അതിന് എല്ലാം കൂടെ ഇരുന്നിട്ട് പഠിക്കാൻ സാധിക്കും. സോ ഹോമോമോർഫിസം എന്താണെന്ന് പറഞ്ഞു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരു തിയറം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഒരു ക്ലാസ്സും കൂടി എടുക്കാനുണ്ട്, കേർണൽ ഓഫ് ഹോമോമോർഫിസം ഈ ടോപ്പിക്കിൽ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ
പറയുന്നതായിരിക്കും. സോ വി വിൽ സ്റ്റോപ്പ് ഹിയർ നൗ.